ഈ റീൽസ് എല്ലാം ചിത്രീകരിക്കുന്ന ഒരു താരമുണ്ടല്ലോ, ജാസ്മിൻ. അവർ എന്തായാലും ഗുരുവായൂരിന് വലിയ സഹായമാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇന്ന് ആ ക്ഷേത്രത്തിൽ ദർശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. അവിടെ പല കർമ്മങ്ങളും നടത്തേണ്ട ഒരു ഗതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് മനാഫാണെങ്കിൽ ഇങ്ങ് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീയാണ് മറ്റൊരു മതത്തിൽ നിന്നെത്തി ഹൈന്ദവ മതത്തിന് തലവേദനയായി മാറിയിരിക്കുന്നത്. ഇതിനി കൂടി വരും. ഇതിങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ആയിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല. അപ്പോൾ ധർമ്മസ്ഥലയും ഒറ്റപ്പെട്ടതാണ്, ഗുരുവായൂരും ഒറ്റപ്പെട്ടതാണ്. മുൻപ് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച ഒരു അതും ഒറ്റപ്പെട്ടതാണ്. അപ്പൊ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ അതൊരു ഒറ്റപ്പെടലല്ലെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇവിടെ ഈ റീൽസ് ചിത്രീകരണം, ഒന്നാമത്തെ കാര്യം നമുക്ക് അത് തന്നെ പറയാം. അത് ആര് ചെയ്താലും തെറ്റാണ്. ക്ഷേത്രത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിന് പുറത്ത് വെച്ച് നിങ്ങൾ പടം എടുത്തോളൂ, വീഡിയോ എടുത്തോളൂ. ഭക്തർ അവിടെ ദർശനത്തിന് വരുന്ന, കുടുംബസമേതം വരുന്നവർ ഞങ്ങൾ ഇതിനടുത്ത് ദർശനത്തിന് വന്നു എന്ന് പറഞ്ഞൊരു പടം എടുക്കുന്നത്, അതൊക്കെ ഈ ആധുനിക കാലത്ത് സർവ്വസാധാരണമാണ്. അതിൽ തെറ്റില്ല, അതാരും എതിർക്കുന്നുമില്ല. പക്ഷേ ഈ പ്രധാന കൊടിമരത്തിൻ്റെയൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ വലിയ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ഈ ഇതൊക്കെ ചിത്രീകരിക്കുക, വരുന്ന ആൾക്കാർ അവിടെ എന്താ പറയുക, തങ്ങളുടെ ജീവിത പ്രാരബ്ധങ്ങളുമായിട്ട് വരുന്ന സങ്കട കെട്ടുകളുമായി, ഭാണ്ഡങ്ങളുമായി വരുന്ന ഭക്തരെ സ്വസ്ഥമായിട്ട് അവിടെ ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിക്കാൻ അനുവദിക്കുക. അതിന് തടസ്സമുണ്ടാക്കാതിരിക്കുക. ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും യുവതികളും യുവാക്കളും ആണ് ഈ റീൽസ് ചിത്രീകരണത്തിന് അവിടെ ഏറ്റവും കൂടുതൽ എത്തുന്നത്. ഇപ്പോൾ അവിടെ വിവാഹം നടക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ നമുക്കറിയാം, അവിടെ ധാരാളം വിവാഹങ്ങൾ നടക്കാറുണ്ട്. ആ വിവാഹം നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അഹിന്ദുക്കളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ? അത് തീർച്ചയായിട്ടും അത് ധർമ്മസ്ഥലയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. ഇതൊന്നും ഇതിനെയൊന്നും നിസ്സാരമായിട്ട് കളയാൻ സാധിക്കില്ല. ഇത് സമാധാനകാംക്ഷികളായ, അത് ഏത് മതത്തിൽപ്പെട്ടവരുമാകട്ടെ, സമാധാനകാംക്ഷികളായ മനുഷ്യരെ അവരുടെ സമാധാനവും ശാന്തിയും കെടുത്തുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. ഇതൊക്കെ നമുക്കറിയാം, ഇത്തരം നരേറ്റീവ്സ്, ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നവർ, അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു കൂട്ടുന്നതാണ് ഈ കുഴപ്പങ്ങളൊക്കെ. അതായത് ക്ഷേത്രവിശ്വാസമാകട്ടെ അല്ലെങ്കിൽ മതവിശ്വാസമാകട്ടെ, അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഈ നാട്ടിലെ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഒക്കെ തകർക്കാനുള്ള ഒരു ഗൂഢശ്രമം എവിടെയോ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ സംഭവങ്ങളും, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം. ഇത് അന്വേഷിക്കാൻ ഇവിടെ ഒരു ആർജവമുള്ള സർക്കാരില്ല, ഒരു ഭരണ സംവിധാനമില്ല, ഒരു പോലീസ് സംവിധാനമില്ല എന്നൊക്കെ ഭക്തർ കുറ്റപ്പെടുത്തിയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അവർ പരാതിപ്പെട്ടാൽ അതിനവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ അനുഭവങ്ങൾ അതാണ്. ഇപ്പം തന്നെ നോക്കൂ, ഈ ശ്രീകൃഷ്ണ വിഗ്രഹം ആറാടിക്കുന്നത് ക്ഷേത്രകുളത്തിലാണ്. നമുക്കറിയാം ഈ ക്ഷേത്രം എന്നത് തന്നെ ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ പോയി പണി നോക്കട എന്നാണ് ഉത്തരം പറയേണ്ടത്. നമ്മുടെ ഒരു മുതിർന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ, സേവ് ലക്ഷദ്വീപ്, അവരുൾപ്പെടെ ഇറങ്ങിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ ഇത്തരം പ്രവൃത്തി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പൂജകളും തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. അതെ, 6 ദിവസത്തെ കർമ്മങ്ങൾ. അതിനെല്ലാം ഈ ലക്ഷദ്വീപിലെ ചേച്ചി ചോദ്യം ചെയ്യുകയാണ്. അതിന്റെ ആവശ്യം എന്താണ്? അവരുടെ മതമെല്ലാം ശരിയാണോ? അല്ല, അതൊക്കെ ഞാൻ പറയുന്നത് അവരവരുടെ വിശ്വാസം അനുസരിച്ച് പോകട്ടെ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. വിശ്വസിക്കുന്നവരെ അവരുടെ വാക്കേട്ട തോന്നും വിളിച്ചുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥിപ്പിക്കാൻ. കേരളത്തിൽ വിവാദമുണ്ടല്ലോ, നിർബന്ധിത പരിവർത്തനം അല്ലെ, നിർബന്ധിത മതപരിവർത്തനം, പ്രേമിച്ചും അല്ലാതെ മതമാറ്റം രീതി കേരളത്തിലുണ്ട്. അതിനെ എതിർക്കും. അതുപോലെയാണോ ഏതെങ്കിലും? അതിനെയൊന്നും ഇവരെ എതിർക്കില്ല. അല്ല, അതുപോലെ ആ വിഷയങ്ങൾ പോലെ തന്നെയാണോ ഏതെങ്കിലും പെൺകുട്ടികളെ റീൽസ് ചിത്രീകരിക്കാൻ, അതും ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച്? നോക്കൂ, ഈ ക്ഷേത്രകുളത്തിലാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ആറാടിക്കുന്നത്. ആറാട്ടിന് ആറാട്ട് എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത് ആ ക്ഷേത്രകുളത്തിലാണ് അല്ലേ? ആ ക്ഷേത്രകുളം ഭക്തർ വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കുകയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എണ്ണ, സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട, താളി, ഇതൊന്നും അവിടെ ഉപയോഗിച്ചിട. വരിക, നിങ്ങൾക്ക് മുങ്ങിക്കുളിക്കുക, പോവുക. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സ്നാനം എന്നാണ് അതിന് പറയുന്നത് തന്നെ, കുളി എന്നല്ല പറയുന്നത്.
നമ്മൾ പോലും അതിന് സ്നാനം ചെയ്യുക എന്നാണ് പറയുക. നമ്മൾ സാധാരണ പറയും പമ്പയിൽ മുങ്ങി എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി എന്ന് പറയാറില്ല. നമ്മൾ കുളത്തിൽ മുങ്ങി കുളിച്ചെന്ന് പറയാറുണ്ട്, പക്ഷെ ഒരു ക്ഷേത്രക്കുളത്തിൽ മുങ്ങി കുളിച്ചെന്ന് പറയാറില്ല. സ്നാനം ചെയ്തു എന്നാണ് നമ്മൾ ഭക്തർ പൊതുവെ, അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ സങ്കല്പമാണ്. നിങ്ങൾ അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകളൊന്നും അന്വേഷിച്ച് വരണ്ട, ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വളരെ പവിത്രമായി കാണുന്ന ഒരു ക്ഷേത്രക്കുളം, അവിടെയാണ് വന്ന് ഈ കാല് നനച്ച് റീൽസ് എടുക്കാൻ. എന്ത് കാര്യം? നിങ്ങളെ ആരിങ്ങോട്ട് ക്ഷണിച്ചു? നിങ്ങളെ ഇത് ആരനുവദിച്ചു? അപ്പോൾ അവിടെ റീൽസ് ചിത്രീകരിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതാരാ? ഹൈക്കോടതിയാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രദേശങ്ങൾ, ഈ നമ്മൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ അവിടെ ഇരിക്കുന്ന വിഗ്രഹം മാത്രമല്ല പവിത്രമായിരിക്കുന്നത്, ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ തൊട്ട് ആ ഭഗവാനുമായി ബന്ധപ്പെട്ട ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അംഗങ്ങളെല്ലാം, ക്ഷേത്രക്കുളം, അതുപോലെ തന്നെ കൊടിമരം, അതുപോലെ നാലമ്പലം, തിടപ്പള്ളി, ഇങ്ങനെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പം ആനക്കൊട്ടിലുണ്ടെങ്കിൽ ആനക്കൊട്ടിൽ, അതുപോലെ ആനപ്പന്തി ഉണ്ടെങ്കിൽ ആനപ്പന്തി, ഇതെല്ലാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദൈനംദിന ആ ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രദേശവും, മുഴുവൻ പ്രദേശവും ദേവന്റെ അംഗങ്ങളാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഈ ക്ഷേത്രക്കുളവും ദേവന്റെ അംഗമാണ്. കാരണം അവിടുത്തെ ജലമാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിണറുണ്ടെങ്കിൽ അതും ദേവന്റെ അംഗമാണ്. കാരണം അവിടുത്തെ ജലമെടുത്താണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം, ഈ ചടങ്ങുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് വിശ്വാസികളുടെ വിശ്വാസ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് നിങ്ങൾ ആരും തലയിടാൻ വരണ്ട, വകവെച്ച് തരില്ല കേരളത്തിലെ വിശ്വാസ സമൂഹം. നിങ്ങളതിന് ഇനി എന്ത് ബഹളം അതിൽ ഉണ്ടാക്കിയാലും ശരി, അതിനകത്ത് നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 6 ദിവസത്തെ ക്ഷേത്ര ചടങ്ങുകൾ മുഴുവനും ആവർത്തിക്കേണ്ട സ്ഥിതിയിലാണ് ദേവസ്വം. അവിടെ ഇതിനുള്ള ചെലവ് ആര് വഹിക്കും? ഈ 18 പൂജകളും 18 ശീവേലികളും അടക്കം ആവർത്തിക്കേണ്ട അവസ്ഥയിലാണ്. അതിൻ്റെ നിയമം അതാണ്. ആ ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ആ ദേവനോട് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ പ്രതിജ്ഞ ചെയ്ത് കൊടുക്കുകയാണ്, തന്ത്രി പ്രതിജ്ഞ ചെയ്ത് കൊടുക്കുകയാണ്, ഭക്ത സമൂഹം പ്രതിജ്ഞ ചെയ്ത് കൊടുക്കുകയാണ്, ഞങ്ങളിവിടെ ഇന്ന ചടങ്ങുകൾ ചെയ്തുകൊള്ളാം, ഇത്ര നിവേദ്യം ഞങ്ങൾ നൽകിക്കൊള്ളാം, ഞങ്ങൾ ഇത്ര മണിക്ക് ഈ ക്ഷേത്രം തുറന്ന് പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് ഞങ്ങളിത് ആരംഭിച്ചു കൊള്ളാം, അതുപോലെ ഇത്ര മണിക്ക് ഇത് അടച്ചുകൊള്ളാം. ഇത് നിയമമാണ്. നോക്കൂ, ബന്ദ് നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? എല്ലാ സ്ഥാപനങ്ങളും അവധി കൊടുത്തു. കോവിഡ് വന്നു, ഏതെങ്കിലും ക്ഷേത്രം പൂട്ടിയിട്ടോ? എന്താ പൂട്ടിയിടാത്ത? ഗുരുവായൂരമ്പലം പൂട്ടിയിട്ടോ? പത്മനാഭസ്വാമി ക്ഷേത്രം പൂട്ടിയിട്ടോ? എന്താ പൂട്ടിയിടാത്ത? അപ്പോൾ അത് പൂട്ടിയിടാൻ സാധിക്കില്ല. അതിൻ്റെ നിയമം അങ്ങനെയാണ്. അത് നമ്മൾ ഈ ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ തൊട്ട്, പ്രതിഷ്ഠ നടത്തുമ്പോൾ തൊട്ട് അനുവർത്തിച്ചു വരുന്നതാണ്. നിങ്ങൾ ക്ഷേത്രവിശ്വാസം ശരിയോ തെറ്റോ അതൊക്കെ വേറെ, അത് രണ്ടാമത്തെ കാര്യം. ഇത് വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അതിൽ തൊട്ട് കളിക്കാൻ ആരും വരണ്ട. അത് അതിൻ്റെ വഴിക്ക് തന്നെ പൊക്കോളും. പ്രത്യേകിച്ചും ഈ ജാസ്മിനും ജാഫറും മനാഫും പിന്നെ ജസ്ന സലീമും ഒന്നും ഗുരുവായൂരപ്പനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈന്ദവ സങ്കല്പങ്ങളെയോ തൊട്ട് കളിക്കാൻ ഉപദേശം നൽകുകയാണ് ഇപ്പോൾ, പഠിപ്പിക്കുകയാണ് ഹിന്ദുക്കളെ. അതെ, ഇവരൊക്കെയാണ് ഉപദേശിക്കുന്നത്. ഹിന്ദുക്കൾക്ക് അറിയില്ല, കാര്യങ്ങൾ അറിയില്ല, അവരുടെ വിശ്വാസം അറിയില്ല, അതുകൊണ്ട് അവർ പഠിപ്പിച്ചു കൊടുക്കാൻ വരികയാണ്. നിങ്ങൾ ശ്രീകൃഷ്ണനെ വരയ്ക്കുകയോ വരയ്ക്കാതിരിക്കുകയോ. അതേ, ചിത്രം വരച്ച സ്ത്രീ തന്നെ അങ്ങനെ കണ്ണനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അതെ അതെ, വർണ്ണിച്ചോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. കണ്ണനെ കുറിച്ച് ആർക്കും വർണ്ണിക്കാം. ഈ കണ്ണനെ കുറിച്ച് ഏറ്റവും നല്ല പാട്ടുകൾ എഴുതിയ ആളാരാ? യൂസഫ് അലി കേച്ചേരിയാണ്. യൂസഫ് അലി കേച്ചേരി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മഹാനായ സംസ്കൃത പണ്ഡിതനായ മനുഷ്യനാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പനെ കുറിച്ച് പാടിയതാരാ? യേശുദാസാണ്, അല്ലേ? ഇന്നും യേശുദാസിനെ മലയാളികൾ നെഞ്ചേറ്റി നടക്കുന്നത് അദ്ദേഹം ആലപിച്ച ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളെ കൂടി സ്വീകരിച്ചുകൊണ്ടാണ്. അല്ലാതെ വെറും ഒരു സിനിമാ പാട്ടുകാരനായിട്ടല്ല യേശുദാസിനെ നമ്മൾ കാണുന്നത്, ജയചന്ദ്രനെ കാണുന്നത്, KS ചിത്രയെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരവും ഒക്കെ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. അതിൽ വന്ന് തോണ്ടി, അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടെ കലാപമുണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. അത് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അത് കേരളത്തിൽ ഇനി ഓടില്ല. പണ്ടൊക്കെ അത് നടക്കുമായിരുന്നു, ഇനി അത് നടക്കില്ല. അത് ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഭക്തജന സമൂഹം ഇവിടെ ഉണ്ട്. അതിനുള്ള ശക്തി അവർക്കുണ്ട്. അവർ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും.
ഇത് ഇവിടെ ഒന്നും തീരാൻ പോകുന്നില്ല. എന്തായാലും അയ്യോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിച്ചിട്ട് ഒരു കാര്യവുമില്ല. വളരെ കൃത്യമായിട്ട് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ഇവിടെ അനാവശ്യമായിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യരുത്. കോടതിയുടെ ഉത്തരവുണ്ട്. ഈ റീൽസൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം വരുന്നുണ്ട്. ഈ കോടതി ഉത്തരവ് അടക്കം സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രചരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇവിടെ റീൽസ് എടുക്കരുത്, അത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ള വിവരം, ആ ഉത്തരവ്. എന്നിട്ടും ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നെങ്കിൽ അത് അഹങ്കാരവും അത് നീചബുദ്ധിയുമാണ്. അതിൻ്റെ പുറകിൽ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്. അത് നടക്കാൻ പോകുന്നില്ല. അത് വിശ്വാസി സമൂഹം അതിനെ വകവെച്ച് തരില്ല. നിങ്ങൾക്ക് അതിൻ്റേതായ പാഠം അവർ നിങ്ങളെ പഠിപ്പിക്കും എന്നുള്ളതും തീർച്ചയാണ്.